السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ യഥാർത്ഥ മുഅ്മിന്റെ അടയാളം പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, യഥാർത്ഥ മുഅ്മിൻ ഏതൊന്നാണോ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സഹോദരന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുന്നു. ഇത് ഒരു മാർഗദർശനപരമായ അടിസ്ഥാന തത്വമാണ്. ഇത് ലോകത്ത് എല്ലാ തലത്തിലും, വീട്ടിൽ നിന്ന് തുടങ്ങി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വരെ സ്നേഹത്തിന്റെയും രഞ്ജിപ്പിന്റെയും അടിസ്ഥാനം കുറിക്കുന്നതാണ്. കലഹങ്ങളെ അവസാനിപ്പിക്കുന്നു, ഹൃദയങ്ങളിൽ മൃദുത്വം ഉണ്ടാക്കുന്നു, പരസ്പരം കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാൻ പല അവസരങ്ങളിലും അന്യരുടെ മുന്നിൽ ഈ കാര്യങ്ങൾ വെച്ചു. അപ്പോൾ അവർ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ ലക്ഷ്യം കേവലം നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് ആളുകളെ സ്വാധീനിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഈ കാര്യത്തിന്റെയും എല്ലാ ഇസ്ലാമിക കൽപ്പനകളുടെയും മനോഹാരിത തെളിയിച്ചു കാണിക്കുകയും ചെയ്യണം. നമ്മോട് അന്യർ ചോദിക്കാം, വളരെ നല്ല കാര്യമാണ്, എന്നാൽ നിങ്ങൾ പറയുക, എത്ര പേരുണ്ട് നിങ്ങളിൽ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ? അവസരം വരുമ്പോൾ സ്വാർത്ഥത കാണിക്കാത്തവർ. കാര്യത്തിന്റെ മനോഹാരിത അപ്പോഴായിരിക്കും പ്രകടമാവുക എപ്പോഴാണോ സംസാരിക്കുന്നവർ സ്വയം അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് നമ്മുടെ പ്രത്യേകമായ വൈശിഷ്ട്യം അപ്പോഴായിരിക്കും മനസ്സിലാവുക എപ്പോഴാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആയിത്തീരുന്നത്. ആളുകൾ കേവലം വാക്കുകൾ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മെ വീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ജർമ്മനി യാത്രക്ക് ഇടയിൽ അവിടെ നിർവഹിച്ച ജുമാ ഖുതുബയിൽ, അവസാനത്തെ ഖുതുബയിലാണെന്ന് തോന്നുന്നു, പറഞ്ഞിരുന്നു, പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ അവസരത്തിൽ ജർമ്മനിയിലെ ആ പ്രദേശത്തെ ഡിസ്ട്രിക്ട് കമ്മീഷണർ ഈ ഒരാക്ഷേപം ഉന്നയിച്ചിരുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് ഹസ്തദാനം നടത്താതെ അവരോട് തെറ്റായ രീതിയാണ് അവലംബിക്കുന്നത്. ഞാൻ അതിനൽപ്പം വിശദമായ മറുപടി നൽകിയപ്പോൾ ഒരാൾ പിന്നീട് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ഇതുകൂടി പറഞ്ഞിരുന്നു, ഇത് വളരെ ശരിയായ കാര്യമാണ്, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട്. അവരുടെ മതവും ആചാരവും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് അവരുടെ അവകാശമാണ്.
അത് മുഖേന രാജ്യത്തിനോ പൊതുജനങ്ങൾക്കോ നഷ്ടം ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പറഞ്ഞു, ഈ കാര്യം നിങ്ങളുടെ ഖലീഫ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം അപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക. അതായത് അഹമ്മദി യുവാക്കൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം കാണുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ ഭൂരിഭാഗവും പേര് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ, നാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കൽപ്പന പറയുമ്പോൾ, ഈ ഒരു അടിസ്ഥാനത്തിൽ ഉന്നത സ്വഭാവ ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ അന്യർ നമ്മെ വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവരുടെ പ്രവൃത്തി ഏതു വിധത്തിലാണ്? ഈ കാര്യം ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വാസിയുടെ ഉന്നത സ്വഭാവം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം, നിങ്ങൾ യഥാർത്ഥ മോമിൻ ആണോ എന്ന് അപ്പോഴായിരിക്കും അറിയുക എപ്പോഴാണോ നിങ്ങളുടെ ഉന്നത സ്വഭാവം ഉന്നതമായ നിലയിലായിത്തീരുന്നത്. നിങ്ങൾ പരസ്പരം വികാരങ്ങളെയും വിചാരങ്ങളെയും മാനിക്കുന്നതിന്റെ നിലവാരം ഉന്നതമായി തീരുന്നത്. ആ നിലവാരം എന്താണ്? ഏതൊരു കാര്യമാണോ നിങ്ങൾ തങ്ങൾക്കായി ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. തങ്ങളുടെ അവകാശങ്ങൾ നേടുന്നതിനു വേണ്ടി നീതി നീതി എന്ന് മുറവിളി കൂട്ടുകയും മറ്റുള്ളവരുടെ അവകാശം നൽകുമ്പോൾ നെഗറ്റീവായ രീതി അവലംബിക്കുകയും ചെയ്യുക എന്നതല്ല. നാം ഏതുപോലെ തങ്ങളുടെ അവകാശം നേടുന്നതിനു വേണ്ടി അസ്വസ്ഥപ്പെടുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവകാശം നൽകുന്നതിനു വേണ്ടിയും അതേ നിലവാരം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ തെറ്റുകൾ മാപ്പാക്കി കിട്ടണം എന്നാണ്. നമുക്ക് ഒരു വിധത്തിലുള്ള ശിക്ഷയും ലഭിക്കരുത് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ മറ്റൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നതാണെങ്കിൽ നാം അയാൾക്ക് വേണ്ടിയും, അഥവാ അയാൾ ഒരു കുറ്റകൃത്യശീലം ഉള്ളവനല്ല എങ്കിൽ, കൂടെ കൂടെ തെറ്റുകൾ ആവർത്തിക്കുന്നവനല്ല എങ്കിൽ, ഈ ഒരു രീതി തന്നെയാണ് അവരോടും അവലംബിക്കേണ്ടത്. അതായത് മാപ്പ് നൽകുക. അഥവാ ഏതെങ്കിലും ഒരു തെറ്റ് കാരണം ജമാഅത്തിനോ സമൂഹത്തിന്റെ പ്രയോജനത്തിനോ നഷ്ടം വരുത്തുന്നുണ്ട് എങ്കിൽ അത് വ്യക്തിപരമായ ഒരു തെറ്റല്ല. ആ കുറ്റകൃത്യം സാമൂഹിക കുറ്റകൃത്യമായി മാറുന്നു. പിന്നീട് അത്തരം ആളുകളെ കുറിച്ചുള്ള തീരുമാനവും സ്ഥാപനങ്ങളാണ് നടത്തുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സമൂഹത്തിലെ നിത്യേനയുള്ള പരസ്പര പ്രശ്നങ്ങളിൽ നാം നമ്മുടെ അവകാശമായി മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്കും ആ അവകാശം നൽകുന്നുണ്ടോ അതോ ഇല്ലേ, അല്ലെങ്കിൽ അത് നൽകാനുള്ള ചിന്തയുണ്ടോ നമുക്ക് അതോ ഇല്ലേ. ഇതിന്റെ അടിസ്ഥാന വൃത്തം വീടും സുഹൃത്തുക്കളും ബന്ധുക്കളും സഹോദരീ സഹോദരന്മാരും മറ്റു ബന്ധുക്കളും ആണ്. ചെറിയ തോതിൽ തങ്ങളുടെ ചെറിയ വൃത്തത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ വിശാലമായ നിലയിലും ഈ ചിന്ത വ്യാപിക്കും. സ്വാർത്ഥതകൾ അവസാനിക്കും. അവകാശങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കൂടുതലായി ഉണ്ടാകും. മാപ്പ് നൽകുന്നതിനുള്ള താല്പര്യം കൂടും. ശിക്ഷ നൽകുകയോ ശിക്ഷിപ്പിക്കുകയോ ചെയ്യുന്ന താല്പര്യത്തിൽ കുറവുണ്ടാകും. അള്ളാഹു വിശുദ്ധ ഖുർആനിലും പ്രത്യക്ഷമായ അവകാശങ്ങളും ആവശ്യങ്ങളും പരിഗണിക്കുന്നതോടൊപ്പം മാപ്പ് നൽകുക എന്ന ചിന്തയെയും സ്വായത്തമാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്.
അള്ളാഹു चुनाचे വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ताला कुरान करीम में फरमाता है الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അതായത് അവർ സമൃദ്ധിയിലും ചിലവ് ചെയ്യുന്നു, ഞെരുക്കത്തിലും ചിലവ് ചെയ്യുന്നു. അവർ കോപത്തെ അടക്കിവെക്കുന്നവരും ആണ്, गुस्सा तो बजाने ആളുകൾക്ക് മാപ്പ് നൽകുന്നവരും ആണ്. അള്ളാഹു നന്മ പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കുന്നു. वाला एहसान करने वालों से मोहब्बत करता है. ഇതിൽ അള്ളാഹു ആദ്യം जिसमें അള്ളാഹുവിന്റെ ആവശ്യക്കാരായ ദാസരുടെ अल्लाह ताला ने അവകാശങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ചിലവ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. के लिए खर्च करने की तरफ तवज्जो दिलाई है. जो जरूरतमंद है. മുഹ്സിൻ എന്ന് പറയുന്നത് തന്നെ मौसम മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവരെ കുറിച്ചാണ്, काम आने അവർക്ക് പ്രയോജനം എത്തിക്കുന്നവരെ കുറിച്ചാണ്, उनको നന്മകളിൽ നിലനിൽക്കുന്നവരെ കുറിച്ചാണ്, नेकियों पर തഖ്വയിൽ ചരിക്കുന്നവരെ കുറിച്ചാണ്. तकवा पर चलने वाला हो. നന്മയിൽ ചരിക്കുന്നവർ जो नेकियों पर कायम रहने മറ്റുള്ളവർക്ക് അള്ളാഹുവിനു വേണ്ടി പ്രയോജനം തഖ്വയിൽ ചരിച്ചുകൊണ്ട് अल्लाह ताला എത്തിക്കുന്നവർ, और तकवा पर നിശ്ചയമായും അവർ അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ നിസ്വാർത്ഥരായിരിക്കും. की अदायगी में बेनफ्स होता है. മറഞ്ഞും പ്രകടമായ നിലയിലും और ज़ाहिर അവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നു. ताला की रजा की खातिर खर्च करता है. മനുഷ്യരിൽ ഈ ഒരവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ और जब यह हालत इंसान में पैदा हो जाए, പിന്നീട് അവൻ സ്വാർത്ഥത കാണിക്കുകയില്ല, खुदगर्जियां नहीं दिखाने തന്റെ സഹോദരനു വേണ്ടി തിന്മ ആഗ്രഹിക്കുകയില്ല. के लिए बुराई नहीं चाहता. അത്തരം ആളുകൾ ആത്മീയമായ നിലയിലും പുരോഗതി കൈവരിക്കുന്നു. रूहानी तौर पर भी. അത്തരം ആളുകൾ പിന്നീട് അവരിൽ ഉൾപ്പെടുന്നു. और ऐसे लोग फिर उन लोगों में ആരെയാണോ അള്ളാഹു സ്നേഹിക്കുന്നത്. जिनसे अल्लाह ताला വീണ്ടും അള്ളാഹു പറയുന്നു, മുസ്ലിങ്ങളുടെ അടയാളം ഇതുകൂടിയാണ്, मोहसिनीन की അവർ തങ്ങളുടെ വികാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്നവരാണ്, അടക്കി നിർത്തുന്നവരാണ്. कंट्रोल रखने वाले हैं, काबू रखने वाले हैं. അത്തരത്തിലുള്ള കൺട്രോൾ, ऐसा ദേഷ്യം വരുന്നത് जो ना सिर्फ ऐसा പ്രകൃതിപരമായ അവസ്ഥയിൽ जबकि गुस्सा आना कुदरती बात മാത്രം കോപത്തെ അടക്കി നിർത്തുന്നവരല്ല, മറിച്ച് വികാരങ്ങളെ അടക്കി നിർത്തുന്നതിന്റെ को काबू में रखने का പരീക്ഷണം इस तरह जज्बात में അത്തരം സമയത്തായിരിക്കും നടക്കുക. इसका इम्तिहान അതായത് കോപം അടക്കി നിർത്തിയതിനു ശേഷം മറ്റുള്ളവർക്ക് മാപ്പ് നൽകപ്പെടുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ. की हालत पैदा हो. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ये बात എല്ലാവിധത്തിലുള്ള കോപവും कि हर किस्म के गुस्से और പ്രതികാര മനോഭാവവും ഹൃദയത്തിൽ നിന്ന് പുറത്തു കളയുക, ഇത് വളരെ വലിയൊരു കാര്യമാണ്. ദേഷ്യം വരരുത്, പ്രതികാരം ചെയ്യണം എന്ന വികാരവും ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം. दिल से निकल जाए. കോപത്തിന്റെ വികാരത്തെ ഹൃദയത്തിൽ നിന്ന് പുറത്തു കളയണം എന്ന് മാത്രമല്ല, बात को निकाल തെറ്റ് ചെയ്ത ആൾക്ക് കുറച്ച് ഔദാര്യവും ചെയ്യണം. दी करने वाले पर कुछ एहसान भी कर दिया. ഇത് വളരെ വലിയൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് लेकिन अल्लाह ताला മുഅ്മിനിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്നാണ്. में ये बातें पैदा हों. റിവായത്തുകളിൽ ഹസ്രത്ത് ഹസ്സന്റെ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ ഒരടിമ ഒരു തെറ്റ് ചെയ്തു. कि आपके അപ്പോൾ അദ്ദേഹത്തിന് അയാളോട് വലിയ ദേഷ്യം തോന്നി, इस पर आप ശിക്ഷ നൽകാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ അടിമ ആയത്തിന്റെ ഈ ഭാഗം ഓതി, सामने വൽകാദിമീനൽ ഗൈൽ, ऐसा पड़ा कि वल काज़िमीन अल गैज़. അവർ കോപത്തെ കുടിച്ചിറക്കുന്നവരാണ്. और वो അപ്പോൾ അതിർത്ത് ഹസൻ ശിക്ഷ നൽകാനായി ഉയർത്തിയ കൈകൾ അത് താഴ്ത്തിയിട്ടു, അല്ലെങ്കിൽ കൈ ഉയർത്തിയില്ല. उस नीचे गिरा दिया. അത് കണ്ടപ്പോൾ അടിമക്ക് കൂടുതൽ ധൈര്യമുണ്ടായി. गुलाम को അയാൾ പറഞ്ഞു, വൽ ആഫീൻ, അവർ ആളുകൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരാണ്. यानी लोगों को അപ്പോൾ ഹസ്രത്ത് ഹസൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പറഞ്ഞു, अल्लाह ताला के हुक्म मुताबिक പോകൂ, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. जाओ, मैंने तुम्हें അപ്പോൾ അടിമക്ക് കൂടുതൽ ധൈര്യമുണ്ടായി. इस बात पर അയാൾ പറഞ്ഞു, जरूरत पैदा हुई.
അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഔദാര്യം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. फिर अल्लाह ताला एहसान करने वालों അപ്പോൾ അദ്ദേഹം ആ അടിമയോട് പറഞ്ഞു, പോവുക, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. के जाओ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് പോയിക്കൊള്ളുക. അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നവരുടെയും की मोहब्बत അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുന്നവരുടെയും രീതി अल्लाह ताला ഇത്തരത്തിലായിരിക്കും. तकवा इख्तियार करने वालों के ये रवैया കുറ്റവാളിയുടെ കുറ്റം कि ना सिर्फ മാപ്പു ചെയ്തു എന്ന് മാത്രമല്ല, कसूरवार का അയാളോട് ഔദാര്യവും കാണിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, आयत के हवाले से ഓർത്തുകൊള്ളുക, फरमाते हैं ഏതൊരാളാണോ कि याद रखो കാഠിന്യം കാണിക്കുന്നത്, കോപിഷ്ഠനാകുന്നത്, അയാളുടെ നാവിൽ നിന്ന് ദൈവീക ജ്ഞാനത്തിന്റെയും യുക്തിജ്ഞാനത്തിന്റെയും കാര്യങ്ങൾ ഒരിക്കലും തന്നെ പുറത്തു വരികയില്ല. ആ ഹൃദയം യുക്തിഭദ്രമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതായി മാറും. ഏതൊരാളാണോ തന്റെ എതിരാളിക്ക് മുന്നിൽ പെട്ടെന്ന് കോപിഷ്ഠനായി നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, आपे से बाहर हो മോശമായതും गंदा दहन और बेलुगाम നിയന്ത്രണമില്ലാത്തതുമായ ചുണ്ടിന്റെ ഉടമസ്ഥനിൽ നിന്ന് സൂക്ഷ്മജ്ഞാനത്തിന്റെ നീരുറവ നിഷേധിക്കപ്പെടുന്നു. ചീത്ത വിളിക്കുന്ന ആൾ, നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന വ്യക്തി, അയാൾ യുക്തിഭദ്രമായ കാര്യങ്ങൾ, जो ऐसी बातें ഗഹനമായ കാര്യങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവനായി മാറുന്നു. പറയുന്നു, കോപവും യുക്തിയും फरमाया രണ്ടും ഒരുമിച്ച് കൂടുകയില്ല. ആരാണോ കോപത്തിന് അടിമപ്പെടുന്നത്, അയാളുടെ ബുദ്ധി തടിച്ചതും മനസ്സിലാക്കാനുള്ള ശക്തി അടഞ്ഞതുമായിരിക്കും. അയാൾക്കൊരിക്കലും ഒരു മേഖലയിലും വിജയമോ സഹായമോ ലഭിക്കുകയില്ല. കോപം അർദ്ധഭ്രാന്താണ്. അത് കൂടുമ്പോൾ जुनून है മുഴുവൻ ഭ്രാന്തായി മാറുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, ബുദ്ധിക്കും വികാരാവേശത്തിനും ഇടയിൽ അപകടകരമായ ശത്രുതയുണ്ട്. में खतरनाक ബുദ്ധിമാനായ ആളിൽ അനാവശ്യമായ വികാരാവേശം ഉണ്ടാവുകയില്ല. में बिला वजह का जोश पैदा नहीं होता, जो गुस्से का जोश हो അതായത് കോപത്തിൽ അധിഷ്ഠിതമായ വികാരാവേശം. പറയുന്നു, വികാരാവേശവും കോപവും ഉണ്ടാകുമ്പോൾ ബുദ്ധി നിലനിൽക്കുകയില്ല. എന്നാൽ ക്ഷമ കൈക്കൊള്ളുന്നവൻ, മാപ്പ് നൽകുന്നതിന്റെ മാതൃക കാണിക്കുന്നവൻ, അയാൾക്കൊരു പ്രകാശം നൽകപ്പെടുന്നു. അത് മുഖേന അയാളുടെ ബുദ്ധിയുടെയും ചിന്താശക്തിയുടെയും കഴിവിൽ ഒരു പുതിയ പ്രകാശം ഉണ്ടാകുന്നു. പിന്നീട് പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നു. नूर से नूर पैदा होता കോപത്തിന്റെയും ആവേശത്തിന്റെയും അവസരത്തിൽ, കാരണം ആ സമയത്ത് ഹൃദയവും ബുദ്ധിയും അന്ധകാര നിബിഡമായിരിക്കും. അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന് ഇരുട്ടുണ്ടാകുന്നു. ഇസ്ലാമിന്റെ അധ്യാപനം बस इस्लाम की तालीम വളരെ യുക്തിഭദ്രമാണ്. बड़ी हिकमत वाली है कि തീരുമാനമെടുക്കുമ്പോൾ बस सब फैसले करते हुए അഥവാ മനുഷ്യൻ अगर किसी चीज से ഏതെങ്കിലും കാര്യത്തിന് എതിരാണ് എങ്കിൽ പോലും, खिलाफ भी इंसान ഏതെങ്കിലും വ്യക്തിക്ക് എതിരാണ് എങ്കിൽ പോലും, ശിക്ഷ നൽകേണ്ട ഒരു കാര്യമാണ് എങ്കിൽ കൂടി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം. അല്ലാതെ കോപത്തിന് അടിമപ്പെട്ടുകൊണ്ടല്ല. ना के ചില സ്ഥലങ്ങളിൽ ശക്തി ചെലുത്തേണ്ടതായി വരും. എന്നാൽ ദേഷ്യത്തിൽ അകപ്പെട്ടുകൊണ്ട്, കോപത്തിൽ അകപ്പെട്ടുകൊണ്ട് ശക്തി ചെലുത്തുന്നത് അനുവദനീയമല്ല. आकर ഇസ്ലാമിൽ इस्लाम ശിക്ഷയുടെ ചിന്താഗതിയുണ്ട്. सजाओं का तस्वीर എന്നാൽ അതിന് നിയമവും ചട്ടവും ഉണ്ട്. इसके लिए കോപത്തിൽ അകപ്പെട്ട് ശിക്ഷ നൽകുന്നത് യുക്തിയിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു, सजा हिकमत से दूर നീതിയിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു. इंसाफ അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, കോപത്തിൽ അകപ്പെട്ട് അഥവാ ശിക്ഷ നൽകുകയാണെങ്കിൽ के गजब में आकर അത് ഹൃദയത്തിന്റെ കാഠിന്യമായി തീരും. ये दिल की सख्त പിന്നീട് ഹൃദയം കഠിനമായി തീരുമ്പോൾ और जब ആത്മീയ ജ്ഞാനത്തിന്റെയും യുക്തിജ്ഞാനത്തിന്റെയും കാര്യങ്ങൾ വായിൽ നിന്ന് പുറത്തു വരികയില്ല. എന്നല്ല, ബുദ്ധി ഇല്ലാതായിത്തീരും, मरी जाती है ബുദ്ധി മരവിക്കും. അതുകൊണ്ടാണ് അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നത്, കോപത്തെ അടക്കി നിർത്തുക, ബുദ്ധിയെ തണുപ്പിക്കുക, അതിനുശേഷം ശിക്ഷ നൽകണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. देना या ना അതിനുള്ള അധികാരവും ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ടെന്ന് മാത്രം. इख्तियार भी रखते हो അതല്ലാതെ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ശിക്ഷ നൽകാനുള്ള അധികാരം ഉണ്ട് എന്നല്ല. കോപത്തെ അടക്കി നിർത്താൻ സഹനത്തിന്റെ കഴിവുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. സഹനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, आपने फरमाया कि सब्र करने वाले ക്ഷമ കൈക്കൊള്ളുന്നവരുടെ ബുദ്ധിശക്തിക്കും ചിന്താശക്തിക്കും പ്രകാശം ലഭിക്കുന്നു. रोशनी मिलती അവരുടെ ചിന്തകൾ പക്വമായിരിക്കും, അവർക്ക് പ്രകാശം ലഭിക്കുന്നു. അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും മാർഗദർശനം ലഭിക്കുന്നു. അഥവാ ഒരു മുഅ്മിൻ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്നുവെങ്കിൽ
ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് അനിഷ്ടകരമായ ഒരു കാര്യമാണെങ്കിൽ കൂടി, पसंदीदा बात हो। അവരുടെ തീരുമാനത്തിൽ ധൃതി ഉണ്ടായിരിക്കുകയില്ല. മറിച്ച് ക്ഷമയോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നു. എന്നല്ല, പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങൾ നോക്കിക്കൊണ്ട് ഗഹനതയിൽ ചെന്നതിനു ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യവും വ്യക്തമായി മനസ്സിലാക്കണം. ശിക്ഷ നൽകാനുള്ള അധികാരവും എല്ലാവർക്കും ഇല്ല. ആരെങ്കിലും പറയുകയാണ്, ഞാൻ വിചാരിച്ചു എന്റെ ബുദ്ധി ശിക്ഷ നൽകാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ശിക്ഷ നൽകുന്നു. ശിക്ഷ നൽകുക എന്നത് ഈ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ജോലിയാണ്. മാപ്പ് തീർച്ചയായും തന്നോട് തെറ്റ് ചെയ്തവരോട് മനുഷ്യന് ചെയ്യാൻ സാധിക്കും. എന്നാൽ ശിക്ഷ നൽകുന്നതിന് ഏതായാലും നിയമത്തിന്റെ സഹായം വേണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ സഹായം വേണം. ഈ കാര്യം മനുഷ്യൻ എല്ലായ്പ്പോഴും മുന്നിൽ വെക്കുകയാണെങ്കിൽ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നടക്കുന്ന കലഹങ്ങൾ ഉണ്ടാവുകയില്ല. പരസ്പരം കേസുകൾ നടത്തി സമയവും ധനവും പാഴാകുന്നത് ഉണ്ടാവുകയില്ല. അഥവാ ഏതെങ്കിലും ഒരു കോടതി ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് മാപ്പ് നൽകിയാൽ കേസ് കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷം അപ്പോൾ എതിർകക്ഷിയുടെ ദേഷ്യവും കോപവും കൂടുതൽ ജ്വലിക്കുന്നു. എന്തിനാണ് ഇവർക്ക് മാപ്പ് നൽകിയത്, അല്ലെങ്കിൽ ഇവർക്ക് എന്തിനാണ് കുറഞ്ഞ ശിക്ഷ നൽകിയത് എന്ന് ചോദിക്കുന്നു. അവർ മേൽക്കോടതിയിലേക്ക് കേസ് കൊണ്ടുപോകുന്നു. പ്രശ്നങ്ങളും അത്ര ഭയാനകമായ പ്രശ്നങ്ങളൊന്നും ആയിരിക്കുകയില്ല, വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഖസായിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ചില അഹമ്മദികൾ ഇതും പറയുന്നു, ഞങ്ങൾക്ക് ഖസായിൽ നിന്ന് തീരുമാനം വേണ്ട, കോടതിയിൽ പോകുന്നു. എന്നാൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കുകയില്ല കേസുകൾ നടത്താൻ. ഇത് കാരണം അവർ തങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തുക കൂടിയാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മോട് കോപം അടക്കി വെച്ചതിനു ശേഷം മാപ്പ് ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത് അതൊരു യുക്തിയും ഇല്ലാതെയല്ല പറഞ്ഞിരിക്കുന്നത്. മാപ്പ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് മാപ്പിന്റെയും ശിക്ഷയുടെയും ഹിക്മത്ത് പറഞ്ഞു തന്നുകൊണ്ട് തീരുമാനമെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, തിന്മക്കുള്ള ശിക്ഷ ചെയ്യുന്ന തിന്മക്ക് തത്തുല്യമായ ശിക്ഷയാണ്. ആരെങ്കിലും മാപ്പ് ചെയ്യുകയാണെങ്കിൽ അവൻ പരിഷ്കരണം നടത്തും എന്ന നിബന്ധനയോടുകൂടി അയാൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലാണ്. നിശ്ചയമായും അവൻ അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥ കാര്യം കുറ്റവാളിക്ക് അയാളുടെ കുറ്റത്തെ കുറിച്ചുള്ള ബോധ്യം വരുത്തി പരിഷ്കരണം നടത്തുക എന്നതാണ്, പ്രതികാരം ചെയ്യുക എന്നതല്ല, കേസുകളിൽ കുടുക്കുക എന്നുള്ളതല്ല, തങ്ങളുടെ ധനം പാഴാക്കുകയും മറ്റുള്ളവരുടെ ധനം പാഴാക്കിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല, തങ്ങളുടെ സമയം പാഴാക്കുകയും മറ്റുള്ളവരുടെ സഹായം പാഴാക്കുകയും ചെയ്യുക എന്നതല്ല. ജമാഅത്തി സംവിധാനത്തിലാണ് കേസ് എങ്കിൽ അതിനെക്കുറിച്ച് ദുർഭാവന വെച്ചു പുലർത്തുക എന്നല്ല. മാപ്പ് ചെയ്യുന്നത് കൊണ്ട് പരിഷ്കരണം നടക്കും എങ്കിൽ മാപ്പ് നൽകുന്നതാണ് നല്ലത്. എന്നാൽ ശിക്ഷ നൽകുന്നതാണ് പരിഷ്കരണത്തിന് ആവശ്യമെങ്കിൽ, യുക്തി ആവശ്യപ്പെടുന്ന ശിക്ഷ നൽകണം എന്നാണ് എങ്കിൽ അതിനുശേഷം പിന്നീട് ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് പ്രശ്നത്തെ കൊണ്ടുപോകാം. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ യുക്തിഭദ്രമായ കൽപ്പനയെക്കുറിച്ച് പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, തിരിയാക്കുൽ കുലൂബിൽ, നീതിയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധത്തിലുള്ള തിന്മകൾക്കും ഉള്ള ശിക്ഷ അത്രത്തോളം ശിക്ഷയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ കുറ്റവാളിക്ക് മാപ്പ് നൽകുകയാണ് എങ്കിൽ, എന്നാൽ ആ മാപ്പ് നൽകൽ കൊണ്ട് കുറ്റവാളിയായ വ്യക്തിയുടെ പരിഷ്കരണം നടക്കും എന്ന
നിബന്ധനയുണ്ട്. അല്ലാതെ മാപ്പ് നൽകുന്നത് കൊണ്ട് കൂടുതൽ ധൈര്യവും बड़ा अजर पाएगा, यानी ദുസ്വഭാവിയുമായി തീരുമെങ്കിൽ അത്തരം വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്ന് അതിന്റെ പ്രതിഫലം इब्राहिम अहमदिया में आप फरमाते हैं ലഭിക്കും. അതായത് മാപ്പ് നൽകുന്ന വ്യക്തിക്ക് പ്രതിഫലം കരസ്ഥമാകും. വീണ്ടും ബറാഹിൻ അഹമ്മദിയിൽ അവിടുന്ന് പറയുന്നു, തിന്മക്കുള്ള പ്രതിപ്രവർത്തനം നീതിയുടെ അടിസ്ഥാന തത്വം അനുസരിച്ച് ഇതാണ്: കുറ്റവാളിയായ വ്യക്തി കുറ്റത്തിന് पर जो शख्स തുല്യമായ ശിക്ഷയ്ക്ക് അർഹനാണ്. എത്രത്തോളം കുറ്റമാണോ അയാൾ ചെയ്തത് അതിന് തുല്യമായ ശിക്ഷയ്ക്ക് അർഹനാണ്. जिसका नतीजा कोई खराबी हो सो इस എന്നാൽ ഏതൊരാളാണോ മാപ്പ് നൽകിക്കൊണ്ട് പരിഷ്കരണത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത്, അതായത് പരിണിത ഫലം മോശമായി തീരുന്ന മാപ്പ് നൽകൽ ആയിരിക്കരുത്. അതല്ലെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം അങ്ങനെയാണ് എങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലാണ്. അതായത് മാപ്പ് നൽകുക എന്നത് പരിഷ്കരണത്തിന് വേണ്ടിയാണ് എങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതിന്റെ വിശദീകരണം ഇതാണ്: മാപ്പ് നൽകുന്നത് കൊണ്ട് को जो मिलेगा अजर മോശം പരിണിത ഫലം ഉണ്ടാകരുത്, അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകുന്നില്ല എങ്കിൽ അള്ളാഹു പറയുന്നു, മാപ്പ് നൽകുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് അള്ളാഹുവിന്റെ പക്കലാണ്, എത്ര വേണമെങ്കിലും അവൻ നൽകാം. അതായത് മാപ്പും വിട്ടുവീഴ്ചയും എപ്പോഴാണോ കുറ്റവാളിയുടെ രീതി ഭാവിയിൽ അയാൾ ഇത്തരം പ്രവൃത്തി ചെയ്യുകയില്ല എന്ന വിധത്തിൽ ആയിത്തീരുന്നത്. हर मर्तबा जुर्म करके माफी मांगते हैं। ചിലർ കുറ്റകൃത്യശീലമുള്ളവരായിരിക്കും. ഓരോ പ്രാവശ്യവും കുറ്റകൃത്യം ചെയ്ത് മാപ്പ് ചോദിക്കുന്നു. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ നിർബന്ധമാണ്. कि उसकी इस्लाह का पहलू निकले। ശിക്ഷയും ഈ വിധത്തിലായിരിക്കണം. അതിൽ നിന്ന് അവരുടെ പരിഷ്കരണത്തിന്റെ ഭാഗം പുറത്തു വരണം. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, उसी कदर बदी है, തിന്മക്കുള്ള പ്രതിക്രിയ लेकिन जो പ്രവർത്തിച്ച തിന്മക്ക് തുല്യമായതാണ്. എന്നാൽ ഏതൊരാളാണോ മാപ്പ് നൽകുന്നത്, തെറ്റ് മാപ്പാക്കി കൊടുക്കുന്നത്, ആ മാപ്പ് നൽകൽ കൊണ്ട് ഏതെങ്കിലും പരിഷ്കരണം നടക്കുന്നുവെങ്കിൽ അത് മുഖേന ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല എങ്കിൽ कुरान की रूह से न हर जगह इंतकाम महमूद है, यानी അള്ളാഹു അയാളിൽ തൃപ്തനാണ്. नाम लेना जरूरी है हर जगह या तारीफ के काबिल है। അവൻ അതിനയാൾക്കുള്ള പ്രതിഫലം നൽകും. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും പ്രതിക്രിയയും പ്രശംസനീയമല്ല. അതായത് പ്രതികാരം ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും നിർബന്ധമല്ല, അല്ലെങ്കിൽ പ്രശംസയ്ക്ക് അർഹമായ ഒന്നല്ല. എല്ലാ സ്ഥലത്തും മാപ്പ് നൽകുന്നതും പ്രശംസനീയമായ ഒന്നല്ല. മറിച്ച് അവസരം മനസ്സിലാക്കേണ്ടതാണ്, സാഹചര്യം എപ്രകാരമാണ് എന്ന് നോക്കേണ്ടതാണ്. പ്രയോജനം ഏത് കാര്യത്തിലാണ്, ശിക്ഷയിലാണോ അതോ മാപ്പ് നൽകലിലാണോ? പ്രതികാരത്തിന്റെയും മാപ്പിന്റെയും രീതി സാഹചര്യത്തിന്റെയും ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു വിധത്തിലുള്ള പരിധിയും ഇല്ലാതെ ആയിരിക്കരുത്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു നിയമവും ഇല്ലാതെ ശിക്ഷ നൽകുക എന്നല്ല, അകാരണമായി മാപ്പ് നൽകുക എന്നുമല്ല. അതിനെല്ലാം ചില പരിധികളുണ്ട്. ആ പരിധിക്ക് ഉള്ളിൽ നിൽക്കേണ്ടതാണ്. ഈ കാര്യം നോക്കേണ്ടതാണ്, പ്രയോജനം എന്തിലാണുള്ളത്. ഇതാണ് ഇസ്ലാമിക ശിക്ഷയുടെയും മാപ്പ് നൽകലിന്റെയും യുക്തി. പരിഷ്കരണം മുന്നിൽ വെക്കണം. ഇന്ന് ഭൗതിക നിയമത്തിൽ നാം കാണുന്നു, എല്ലാ കുറ്റത്തിനും ശിക്ഷ നൽകുന്നു, हर जुर्म की सजा दी जाती है। പിന്നീട് ജയിലുകളിൽ ഇടുന്നു. അതിനുള്ള കാരണം പരിഷ്കരണം നടക്കണം എന്നുള്ളതാണ്. എന്നാൽ സ്വയം ഇവിടെയുള്ള പുരോഗമന രാജ്യങ്ങളിലെ അവലോകനം ചെയ്യുന്നവർ ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു, ജയിലുകളിൽ നിന്ന് കുറ്റവാളികൾ ശിക്ഷ അനുഭവിച്ചിറങ്ങുമ്പോൾ അവർ കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ മുൻകടന്നവരായി തീരുന്നു. കാരണം ശിക്ഷ നൽകുന്നവരും കുറ്റവാളികളും सजा देने वाले भी കേവലം നിയമത്തെ മാത്രമാണ് അനുസരിക്കുന്നത്. सिर्फ कानून की അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. अल्लाह ताला का खौफ उनमें नहीं होता। ഏതായിരുന്നാലും മുഅ്മിനീങ്ങൾക്ക് പൊതുവിലുള്ള മാർഗദർശനം ഇതാണ്: അവരിൽ കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന ശീലം ഉണ്ടായിരിക്കേണ്ടതാണ്. കുറ്റകൃത്യത്തിന്റെ തരവും കുറ്റവാളിയുടെ അവസ്ഥയും മുമ്പുള്ള രീതിയും മുന്നിൽ വെച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത്. കണ്ണടച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് നൽകാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. कि आंखें കോപിഷ്ഠനായി करते चले जाओ, ശിക്ഷ നൽകുന്ന കാര്യത്തിലേക്ക് മാത്രം തിരിയുന്നതും അവൻ ഇഷ്ടപ്പെടുന്നില്ല. सजाएं देने की तरफ ही रुझान हो। മാപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടും സമൂഹത്തിൽ കുഴപ്പങ്ങൾ ജന്മമെടുക്കുന്നു. ശിക്ഷ നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടും വിദ്വേഷവും വെറുപ്പും വർദ്ധിക്കുന്നു. रंजिशें और कीने बढ़ते हैं, സമൂഹത്തിൽ വെറുപ്പിന്റെ മതിലുകൾ ഉയരുന്നു. नफरतों की दीवारें അശാന്തി വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. और बदअमनी फैलती जाती അഥവാ നാം നമ്മുടെ ചുറ്റുപാടിൽ है। अगर हम ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ, अपने जायजा लें, തങ്ങളുടെ ചുറ്റുപാടിൽ ദൃഷ്ടി പതിപ്പിക്കുകയാണെങ്കിൽ अपने माहौल पर नजर डालें, ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. तो हमें नजर आता है ആരോടാണോ കുറ്റം ചെയ്തത് वो लोग
അവർ ഈ കാര്യം ശക്തമായ നിലയിൽ പ്രകടിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യും. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകണം എന്നത് നിർബന്ധമാണ്. കാരണം മറ്റുള്ളവർക്ക് ഈ ശിക്ഷ ഒരു പാഠമായി തീരുന്നതിന് വേണ്ടി ആർക്കും ഒരു വിധത്തിലുള്ള തിന്മയും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. കുറ്റവാളി പറയുന്നു, കുറ്റം ചെയ്ത ആൾ ഇതായിരിക്കും പറയുക, മാപ്പ് നൽകേണ്ടതാണ്. ഇന്ന് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം മാപ്പ് നൽകിപ്പിക്കുന്നതിലും വളരെ കൂടുതൽ പരിധിയിൽ അധികമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കുറ്റവാളികൾക്കും മാപ്പ് നൽകാൻ ശ്രമിക്കുന്നു. അതുപോലെ ദീനിന്റെയും അള്ളാഹുവിന്റെയും കൽപ്പനകളെക്കുറിച്ച് അല്പസ്വല്പം അറിവുള്ളവർ അവരും പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് മാപ്പ് നൽകുക എന്നുള്ളത്, അതുകൊണ്ട് മാപ്പ് നൽകേണ്ടതാണ്. കാരണം അള്ളാഹു സ്വയം തന്റെ ദാസർക്ക് മാപ്പ് നൽകുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളും മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് മാപ്പ് നൽകുക. വ്യക്തിപരമായ നിലയിലും എല്ലാവരും അവരോട് തിന്മ പ്രവർത്തിച്ചവർക്ക് മാപ്പ് നൽകുക. ജമാഅത്തിയായ നിലയിലും എല്ലാവർക്കും മാപ്പ് നൽകുക. അത് മുഖേന ജമാഅത്തിന് പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും തന്നെ നോക്കാതെ, കാരണം മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നതിനു വേണ്ടി ഈ സംസാരിക്കുന്നവർ അവര് രണ്ടു ഭാഗത്തു നിന്നും മുൻകടന്ന് സംസാരിക്കുന്നവരാണ്. ഒന്നുകിൽ അവർ കുറ്റകൃത്യ ശീലം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ നീതിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തങ്ങളുടെ ഹക്കിൽ തീരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒന്നാമതായി കുറ്റം ചെയ്യുന്നു, പിന്നീട് കുറ്റകൃത്യത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അനുവദനീയമല്ലാത്ത റഫറൻസ് നൽകുന്നു. ഇത്തരം ആളുകൾ സ്വാർത്ഥരായ ആളുകളാണ്. ഇത്തരം ആളുകളോട് മറ്റാരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരിക്കലും മാപ്പ് നൽകുകയില്ല. എന്നല്ല, മുൻകടന്ന് കുറ്റവാളിക്ക് ശിക്ഷ നൽകാനായി ശ്രമിക്കുന്നു. അഥവാ അവരുടെ തത്വം ഇവിടെ മാറുന്നു. ആ സമയത്ത് ഈ കൽപ്പന അവർ മറന്നുപോകുന്നു. ഏതൊന്നാണോ തങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ മാപ്പ് നൽകാൻ ആഗ്രഹിക്കാത്തവർ, എന്നോട് കുറ്റം ചെയ്ത ആൾക്ക് എന്തു തന്നെയായാലും ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരും അഥവാ തങ്ങളുടെ പ്രശ്നമാണ് എങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പറയും, മാപ്പ് നൽകുന്നതാണ് നല്ലത്. ഇസ്ലാം ഇത്തരത്തിലുള്ള സ്വാർത്ഥരുടെ വാക്കുകളെ തള്ളിക്കളയുന്നു. അങ്ങേയറ്റം നീതിയിൽ അധിഷ്ഠിതമായ വിധി നൽകുന്നു. അതായത് മാപ്പ് നൽകുന്നതിലൂടെ പരിഷ്കരണം നടക്കും എന്ന് ദൃഢവിശ്വാസമുണ്ടായെങ്കിൽ മാപ്പ് നൽകുന്നതാണ് ഉചിതം. എന്നാൽ ഈ കാര്യം വ്യക്തമാണ് എങ്കിൽ, അതായത് ശിക്ഷ നൽകാതെ രക്ഷയില്ല എന്ന് തോന്നുന്നു എങ്കിൽ ശിക്ഷ നൽകേണ്ടത് നിർബന്ധമാണ്. ഏതായിരുന്നാലും ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന അധ്യാപനമാണ്. ഇനി നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതുവരെ മാപ്പ് നൽകാറുണ്ടായിരുന്നു എന്ന് നോക്കാം. അവിടുന്ന് സഹാബാക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഉപദേശമാണ് നൽകിയത്? ഹസ്രത്ത് ഇമാം ഹസന്റെ ഉദാഹരണം ഞാൻ നൽകുകയുണ്ടായി. അദ്ദേഹം തന്റെ ഒരു ജോലിക്കാരൻ തെറ്റ് ചെയ്തപ്പോൾ മാപ്പ് നൽകുകയുണ്ടായി. എന്നാൽ അതൊരു ചെറിയ തെറ്റായിരുന്നു. മാപ്പ് നൽകുന്നതിന്റെ മിഅ്റാജ് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ശിക്ഷ നടപ്പാക്കാനുള്ള വിധി പോലും പുറപ്പെടുവിച്ച ആളുകൾ, എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കും മാപ്പ് നൽകി. മറ്റൊരാളോട് കുറ്റം ചെയ്ത ആളുകൾക്കല്ല മാപ്പ് നൽകിയത്, മറിച്ച് തന്നോട് തെറ്റ് ചെയ്തവർക്ക്, തന്റെ മക്കളെ കൊന്നവർക്ക് മാപ്പ് നൽകുകയുണ്ടായി. കാരണം അവരുടെ പരിഷ്കരണം നടന്നു കഴിഞ്ഞിരുന്നു. റിവായത്തിൽ ഒരു സംഭവം വരുന്നു. ഒരാൾ ഹബ്ബാർ ബിൻ അസ്വദ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഹസ്രത്ത് സൈനബിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്ന അവസരത്തിൽ കുന്തം കൊണ്ട് വധശ്രമം നടത്തി. ആ സമയത്ത് അവര് ഗർഭിണിയായിരുന്നു. ആക്രമണം കാരണം അവരുടെ ഗർഭം അലസി, പരിക്ക് പറ്റി, മുറിവ് പറ്റി. ഈ പരിക്ക് കാരണം അവർ വഫാത്താവുകയും ചെയ്തു. ഈ കുറ്റകൃത്യം കാരണം
ഹബ്ബാറിനെ വധിക്കുക എന്ന വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. हब्बार के लिए कत्ल മക്ക വിജയ സമയത്ത് ഇയാൾ എവിടേക്കോ ഓടിപ്പോയി. के मौके पर എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം मगर बाद में जब പിന്നീട് മദീനയിലേക്ക് തിരിച്ചുപോയപ്പോൾ ഹബ്ബാർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, हाजिर हुआ കാരുണ്യം യാചിക്കുകയാണ്. ആദ്യം ഞാൻ താങ്കളെ ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പോയതായിരുന്നു. पहले मैं आपसे डर എന്നാൽ എന്നെ താങ്കളുടെ മാപ്പ് നൽകലും കാരുണ്യം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. वापस ले आया है। അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ അജ്ഞരായിരുന്നു, മുശ്രിക്കീങ്ങളായിരുന്നു. हम जाहिल അള്ളാഹു ഞങ്ങൾക്ക് താങ്കൾ മുഖേന മാർഗദർശനം നൽകി, നാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞാൻ എന്റെ അതിക്രമങ്ങൾ അംഗീകരിക്കുന്നു. എന്റെ അജ്ഞതയെ വിസ്മരിച്ചുകൊണ്ട് എനിക്ക് മാപ്പ് നൽകിയാലും. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളുടെ ഈ ഘാതകന് മാപ്പ് നൽകുകയുണ്ടായി. के इस कातिल को माफ फरमा दिया। അവിടുന്ന് പറഞ്ഞു, ഹബ്ബാറെ പോവുക, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. हब्बार मैंने तुझे माफ किया। പിന്നീട് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവൻ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. इस्लाम പരിഷ്കരണം നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവിടുന്ന് കണ്ടപ്പോൾ जब आपने देखा തന്റെ മകളുടെ ഘാതകന് പോലും മാപ്പ് നൽകുകയുണ്ടായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, हज़रत आयशा റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേലുണ്ടായ वसल्लम ने ഒരാക്രമണത്തിനും ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. जाति का इंतकाम नहीं लिया कभी। അതുകൊണ്ടാണ് അവിടുന്ന് അങ്ങേക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി खाने में जहर मिलाकर ഭക്ഷണം നൽകിയ യഹൂദി സ്ത്രീക്ക് പോലും മാപ്പ് നൽകിയത്. यहूदिया को भी माफ फरमा दिया था। हालांकि साहबा എന്നാൽ സഹാബാക്കൾ പലർക്കും ആവശ്യം ഏൽക്കുക പോലും ചെയ്തിരുന്നു. फिर അതുപോലെ തന്നെ ഹിന്ദ്, അവർ ഉഹദ് യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹസ്രത്ത് ഹംസയുടെ മുസ്ല നടത്തിയിരുന്നു. हज़रत हमजा का അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഛേദിച്ചു കളഞ്ഞിരുന്നു. जिस्म के अज़ा काटे थे, कान ചെവി, മൂക്ക് മുതലായവ മുറിച്ചു കളഞ്ഞിരുന്നു. കരൾ പുറത്തെടുത്ത് ചവച്ചരച്ചിരുന്നു. മക്ക വിജയ സമയത്ത് സ്ത്രീകളോടൊപ്പം കൂടിച്ചേർന്ന് औरतों के അവൾ ബൈഅത്ത് ചെയ്തു. അവളുടെ ചില ചോദ്യങ്ങൾ കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചറിഞ്ഞു. हज़रत सल्लल्लाहु ചോദിച്ചു, നീ ഹിന്ദയല്ലേ? അബൂ സുഫിയാന്റെ ഭാര്യ? അവൾ പറഞ്ഞു, അതെ യാ റസൂലുള്ള. का हाँ या रसूलुल्लाह, ഇപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് മുസ്ലിമായി തീർന്നിരിക്കുന്നു. मैं दिल से मुसलमान മുമ്പ് നടന്നത് മാപ്പാക്കി നൽകിയാലും हो चुका। റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിന് മാപ്പ് നൽകി. वसल्लम ने हिंद को माफ ഹിന്ദിന്റെ മേൽ അങ്ങയുടെ മാപ്പ് നൽകൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തി. अफ़व का ऐसा असर हुआ അവളുടെ ജീവിതം തന്നെ മാറിമറഞ്ഞു. വളരെയധികം മുഖ്ലിസായി മാറി. എന്നല്ല, അതേ ദിവസം വൈകുന്നേരം അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും 2 ആടുകളെ ചുട്ടെടുത്ത് അങ്ങേക്ക് നൽകുകയും ചെയ്തു. और 2 बकरे भून कर भिजवाए। ഭക്ഷണത്തിനായി. അതോടൊപ്പം ഇതുകൂടി പറഞ്ഞു, ഇപ്പോൾ മൃഗങ്ങൾ വളരെ കുറവാണ്, അതുകൊണ്ട് ഈ നിസ്സാരമായ ഉപഹാരം സമർപ്പിക്കുന്നു. ये की इससे तोहफा पे ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ, ഹിന്ദിന്റെ മൃഗക്കൂട്ടങ്ങളിൽ വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞാലും. പറയപ്പെടുന്നു, ഈ ദുആയുടെ ഫലമായി ഇത്രയധികം അനുഗ്രഹം ഉണ്ടായി, മൃഗക്കൂട്ടങ്ങളെ പിന്നീട് അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നില്ല. അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എല്ലാവർക്കും അയാളെ കുറിച്ച് അറിയാവുന്നതാണ്. മുനാഫിക്കുകളുടെ നേതാവ്. അയാളുടെ എല്ലാവിധത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് മാപ്പ് നൽകുകയുണ്ടായി. അയാളുടെ ജനാസ നമസ്കരിപ്പിക്കുകയും ചെയ്തു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ജനാസ നമസ്കരിക്കരുത് എന്ന്. बार अर्ज करते थे कि इसका जनाजा ना पढ़ाएं। കഅബ് ബിൻ സഹർ ഒരു പ്രസിദ്ധനായ കവിയായിരുന്നു. ज़हर एक मशहूर ചില കാരണങ്ങൾ നിമിത്തം അയാൾക്കും ശിക്ഷ വിധിക്കപ്പെട്ടിരുന്നു. മക്ക വിജയത്തിനു ശേഷം അയാളുടെ സഹോദരൻ അയാൾക്കെഴുതി, उनके भाई ने ഇനി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിക്കുക. रसूलुल्लाह सल्लल्लाहु അങ്ങനെ അയാൾ മദീനയിൽ വന്ന് തന്റെ ഒരു പരിചയക്കാരന്റെ പക്കൽ തങ്ങി ഫജ്ർ നമസ്കാരം മസ്ജിദ് നബവിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിച്ചു. हज़रत सल्लल्लाहु നമസ്കാരത്തിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ പറഞ്ഞു, हज़रत യാ റസൂലുള്ളാഹ്, खिदमत में अर्ज किया, കഅബ് ബിൻ സഹർ या रसूलुल्लाह തൗബ ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നു.
മാപ്പ് ആഗ്രഹിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപം കൊണ്ട് അയാളെ തിരിച്ചറിയുമായിരുന്നില്ല. शक्ल से उसे അതുകൊണ്ട് അയാൾ പറഞ്ഞു, അഥവാ അനുവാദമുണ്ടെങ്കിൽ അയാളെ മുന്നിൽ കൊണ്ടുവരാം. अगर इजाजत हो അവിടുന്ന് പറഞ്ഞു, ശരി, മുന്നിലേക്ക് കൊണ്ടുവന്നാലും. അപ്പോൾ അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ തന്നെയാണ് കഅബ് ബിൻ സഹർ. അത് കേട്ടപ്പോൾ അൻസാരി, इस पर एक अंसारी കാരണം അയാളെക്കുറിച്ച് വധശിക്ഷ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരുന്നു, के मुताबिक फैसला हो चुका था कि ആ വിധിയുള്ളത് കാരണം അയാളെ വധിക്കാനായി എഴുന്നേറ്റു. के लिए उठे അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇയാൾ മാപ്പ് ചോദിച്ചു വന്നിരിക്കുകയാണ്, അയാളെ വെറുതെ വിടുക. होकर आया है। ഇതിനുശേഷം അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഒരു കസീദ ചൊല്ലി കേൾപ്പിച്ചു. അത് കേട്ട് അവിടുന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ പുതപ്പ് അയാളെ പുതപ്പിച്ചു. और इजहार फरमाते हुए ഇതായിരുന്നു അങ്ങയുടെ മാപ്പ് നൽകലിന്റെ നിലവാരം. മാപ്പ് നൽകിയെന്ന് മാത്രമല്ല, സമ്മാനം നൽകി ദുആ ചെയ്ത് വിട നൽകുകയും ചെയ്തു. दुआएं देकर റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാപ്പ് നൽകലിന്റെ അനേകം ഉദാഹരണങ്ങളുണ്ട്. कि अहद की बेशुमार मिसालें हैं। ഈ വിധത്തിലുള്ള ഉന്നത സ്ഥാനത്തെത്തിയ മാപ്പ് നൽകലാണ് അത് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, अलैहिस्सलाम फरमाते हैं അള്ളാഹുവിന്റെ സമീപസ്ഥരെ വലിയ വലിയ ചീത്തകൾ വിളിച്ചു, വളരെ മോശമായ നിലയിൽ പ്രയാസപ്പെടുത്തി. എന്നാൽ അവരോട് അവിവേകികളിൽ നിന്ന് മുഖം തിരിക്കുക എന്ന കൽപ്പനയാണ് നൽകപ്പെട്ടത്. സ്വയം ആ പരിപൂർണനായ മനുഷ്യൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ പ്രയാസകരമായ നിലയിൽ ബുദ്ധിമുട്ടിച്ചു. ചീത്തവിളി, തെറിവിളി, പരിഹാസം മുതലായവ ചെയ്തു. എന്നാൽ ഉന്നത സ്വഭാവങ്ങളുടെ ആ പരിപൂർണ രൂപം അതിനെതിരിൽ എന്താണ് ചെയ്തത്? അവർക്ക് വേണ്ടി ദുആ ചെയ്തു. കാരണം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അജ്ഞരിൽ നിന്ന് മുഖം തിരിക്കുകയാണ് എങ്കിൽ करेगा तो तेरी इज्जत और जान को ഞാൻ നിന്റെ रखेंगे അഭിമാനത്തെയും ജീവനെയും സുരക്ഷിതമാക്കി വെക്കും. न कर सकेंगे। ഈ തെരുവ് മനുഷ്യർക്ക് നിന്നെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അപ്രകാരം തന്നെ സംഭവിച്ചു. ഹുസൂറിന്റെ എതിരാളികൾക്ക് അങ്ങയുടെ അഭിമാനത്തിനുമേൽ ഒരു കളങ്കവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. पर गिरे या सामने तबाह हो गए। സ്വയം നിന്ദ്യരും അപമാനിതരുമായി आप सल्लल्लाहु अलैहि वसल्लम ने അങ്ങയുടെ കാലുകളിൽ വീണു, അല്ലെങ്കിൽ മുന്നിൽ വെച്ച് നശിച്ചുപോയി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കൾക്ക് മാപ്പ് നൽകിയതിന്റെയും വിട്ടുവീഴ്ചയുടെയും ഏതൊരു നിലവാരം കരസ്ഥമാക്കാനാണോ പറഞ്ഞത്, അതിനെക്കുറിച്ച് റിവായത്തുകളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഏതാനും ചിലത് കേൾപ്പിക്കാം. ഒരിക്കൽ ഒരാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എന്റെ ഒരു അടിമയുണ്ട്, അവൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് അവനെ ശാരീരികമായി ശിക്ഷിക്കാൻ പാടുണ്ടോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവന് എല്ലാ ദിവസവും 70 പ്രാവശ്യം മാപ്പ് നൽകുക, അതായത് വളരെയധികം മാപ്പ് നൽകുക. यानी बहुत ज्यादा दरगुजर किया करो। തൊഴിലാളികളോടും मुलाजमों കീഴ്ജോലിക്കാരോടും നല്ല നിലയിൽ പെരുമാറുന്നതിന്റെ മാപ്പ് നൽകുന്നതിന്റെ ഈ നിലവാരത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത്. ഇവിടെ ഈ ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇന്നത്തെ കാലത്ത് അടിമത്തമില്ല. ഒരു വിശ്വാസിയായ തൊഴിലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അയാളും അയാളിലുള്ള ഉത്തരവാദിത്തങ്ങൾ, उनका भी हक अदा करने वाला हो। അതിന്റെ കടമകൾ നിറവേറ്റുന്ന വിധം പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നാണ്. മാപ്പ് നൽകുക എന്നുള്ള കൽപ്പനയുണ്ട്. അതുകൊണ്ട് इस तरह और जगहों पर എല്ലാ ജോലികളും മോശമാക്കിക്കൊണ്ടിരിക്കുക എന്നതും തെറ്റായ കാര്യമാണ്. ഏതുപോലെ മറ്റു സ്ഥലങ്ങളിൽ ഈ കൽപ്പനയുള്ളതുപോലെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ बस അത് പൂർത്തിയാക്കുന്നതിന്റെയും दोनों तरफ ही हुक्म है। जहाँ എല്ലാ കടമകളും നിറവേറ്റേണ്ടതാണ്. बातों पर नाराज ഒരു ഭാഗത്ത് നിന്നുള്ള കൽപ്പനകളുണ്ട്, രണ്ട് ഭാഗത്ത് നിന്നുള്ള കൽപ്പനകളും ഉണ്ട്. ഉടമസ്ഥനോട് जिम्मे जो जिम्मे ചെറിയ ചെറിയ കാര്യങ്ങളിൽ हक अदा करे। നീരസം പ്രകടിപ്പിക്കരുത് എന്നും മാപ്പ് നൽകണം എന്നും കൽപ്പനയുള്ളപ്പോൾ തൊഴിലാളികൾക്കും ഇതാണ് കൽപ്പന. തങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം, जमात को तैयार कर അതിനോടുള്ള കടമകളും പൂർണ്ണമായ നിലയിൽ നിറവേറ്റുക. മാപ്പിന്റെയും വിട്ടുവീഴ്ചയെയും കുറിച്ച് एक उज्व से നമ്മെ ഉപദേശിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജമാഅത്തിനെ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. നാവ്, ചെവി, കണ്ണ് എന്നല്ല എല്ലാ അവയവങ്ങളും തഖ്വ സന്നിവേശിക്കുകയും തഖ്വയുടെ പ്രകാശം അവരുടെ അകത്തും പുറത്തും ഉണ്ടാകണം. और गजब वगैरह बिल्कुल गुस्सा और गजब वगैरह बिल्कुल ना हो। फरमाया कि मैंने देखा है ഉന്നത സ്വഭാവ ഗുണങ്ങളോട് ഉന്നതമായ മാതൃക ഉണ്ടാകണം. അനാവശ്യമായ കോപമോ ദേഷ്യമോ ഒരിക്കലും ഉണ്ടാകരുത്. പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ജമാഅത്തിലെ അധികം ആളുകളിലും കോപത്തിന്റെ ന്യൂനത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
ചെറിയ ചെറിയ കാര്യങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നു, പരസ്പരം കലഹിക്കുന്നു. അത്തരം ആളുകൾക്ക് ജമാഅത്തിന്റെ ഒരു ഭാഗവും ഉണ്ടായിരിക്കുകയില്ല. പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് അഥവാ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ നിശബ്ദനായി ഇരിക്കുകയും അയാൾക്ക് മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? എല്ലാ ജമാഅത്തുകളുടെയും പരിഷ്കരണം ഒന്നാമതായി സ്വഭാവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആരംഭത്തിൽ ക്ഷമ കൊണ്ട് തർബിയത്തിൽ പുരോഗതി കൈവരിക്കേണ്ടതാണ്. ഏറ്റവും നല്ല പോംവഴി ഇതാണ്. അഥവാ ആരെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി വേദന നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദുആ ചെയ്യുക. ക്ഷമയിലൂടെ ഒന്നാമതായി തങ്ങളുടെ തർബിയത്ത് നടത്തുക, മറ്റുള്ളവരുടെ തർബിയത്തും ചെയ്യുക. അതിനുള്ള മാർഗം ഇതാണ്, ദുആ ചെയ്യുക. അള്ളാഹു അയാളുടെ പരിഷ്കരണം ചെയ്യുമാറാകട്ടെ. ഹൃദയത്തിൽ വിദ്വേഷം ഒരിക്കലും വളർത്താതിരിക്കുക. പറയുന്നു, അള്ളാഹു അനുകമ്പയും സഹനവും മാപ്പ് നൽകലും ഇതെല്ലാം ഉന്നതമായ സ്വഭാവ ഗുണങ്ങളാണ്. അതിന്റെ സ്ഥാനത്ത് മൃഗീയത ഉണ്ടാകണമെന്ന് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അഥവാ നിങ്ങൾ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളിൽ പുരോഗതി കൈവരിക്കുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് എത്തുന്നതായിരിക്കും. പറയുന്നു, ഇത് സത്യമാണ്. എല്ലാ മനുഷ്യരും ഒരു പ്രകൃതക്കാരല്ല, പ്രകൃതം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്, കുല്ലു യഅമലു അലാ ഷാക്കിലത്തിഹി, എല്ലാവരും അവരുടെ പ്രകൃതം അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അവിടുന്ന് പറയുന്നു, ചില ആളുകൾ ചില സ്വഭാവങ്ങളിൽ അഥവാ ഉന്നതമാണ് എങ്കിൽ മറ്റു കാര്യങ്ങളിൽ ബലഹീനരാണ്. അഥവാ ഏതെങ്കിലും ഒരു സ്വഭാവത്തിന്റെ നിറം നല്ലതാണ് എങ്കിൽ മറ്റേത് മോശമാണ്. പറയുന്നു, എന്നാൽ ഇതിനർത്ഥം പരിഷ്കരണം അസാധ്യമാണ് എന്നല്ല. അള്ളാഹു എല്ലാവരുടെയും പ്രകൃതം സൃഷ്ടിച്ചിരിക്കുന്നു. ചിലരുടെ ചില സ്വഭാവങ്ങൾ വളരെ ഉന്നതമാണ്, അതിൽ പുരോഗതിയുണ്ട്. എന്നാൽ മറ്റു ചില ബലഹീനതകളുണ്ട്. എന്നാൽ പറയുന്നു, ഇതുകൊണ്ടുള്ള അർത്ഥം പരിഷ്കരണം അസാധ്യമാണ് എന്നല്ല. എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളും സ്വായത്തമാക്കാൻ സാധ്യമല്ല എന്നല്ല. നിശ്ചയമായും മനുഷ്യരുടെ പ്രകൃതം വ്യത്യസ്തമാണ്. ആരിലാണോ ബലഹീനത ഉള്ളത് അവരിൽ ചില ഗുണങ്ങളും ഉണ്ട്. ഏതെങ്കിലും ഒരാളിൽ ബലഹീനത മാത്രമുള്ളതും നന്മ ഒന്നും ഇല്ലാത്തതായി ആരും തന്നെയില്ല. നന്മകളും ഉണ്ട്, ബലഹീനതകളും ഉണ്ട്. എന്നാൽ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം നമ്മുടെ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ആ യഥാർത്ഥ മുഅ്മിന്റെ നിലവാരമായ ഉന്നത സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ്. ബലഹീനതകൾ ദൂരീകരിക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നാം നമ്മുടെ ചുറ്റുപാടിനെ സമാധാനപൂർണമാക്കാൻ പരിശ്രമിക്കുക. അതിനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന അടിസ്ഥാന തത്വം ഏതൊന്നാണോ തങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അത് തങ്ങളുടെ സഹോദരനു വേണ്ടിയും ആഗ്രഹിക്കുക. അള്ളാഹു നമുക്ക് ഈ നിലവാരം കരസ്ഥമാക്കുന്നവരായി തീരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر